സെഷൻ അവതരണത്തിന് താങ്ക് യു ഏട്ടാ. ഇത്രയും നേരം ശ്രമിച്ച എല്ലാവർക്കും നന്ദി. ഇനി ചോദ്യോത്തരവേളയാണ്. ചോദ്യങ്ങളുള്ളവര് മറ്റേ സൈഡില് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വയ്ക്കുക ചാറ്റ് ബോക്സിൽ. അപ്പോ ഞാൻ ആ ക്രമത്തിൽ വിളിക്കാം. പിന്നെ മനസ്സിലാക്കുക, ഇത് വന്ന് ആരും തർക്കിക്കാൻ വന്നവരായിരിക്കും എനിക്ക് തോന്നുന്നില്ല. തർക്കത്തോട് താല്പര്യമില്ല, ചോദ്യോത്തരി എന്നുള്ളതാണ് നമുക്ക് താല്പര്യം. ഇത് തർക്കത്തിന് സാധ്യതയുള്ളൊരു ഇടമായതുകൊണ്ട്, വിഷയമായതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, ഇത് പരിചയപ്പെടുത്താൻ ചിലർ ബാക്കിയുണ്ടല്ലോ. ഈ അബിദ് ഫർഹാൻ ഒന്ന് പരിചയപ്പെടുത്താമോ? ആബിദ് ഫർഹാൻ പി ഒന്ന് പരിചയപ്പെടുത്തോ. ഹലോ, പറഞ്ഞോളൂ. എൻ്റെ പേര് ആബിദ് ഫർഹാൻ. ഞാൻ കോഴിക്കോട് ജില്ല കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് താമസിക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ച ലിങ്ക് വെച്ച് കയറിയതാണ്. എനിക്കൊന്നും അറിയില്ല ഈ പ്രോഗ്രാം എന്താണ് എങ്ങനെയാണെന്നും അറിയില്ലായിരുന്നു കാര്യം. പക്ഷെ സാറെ ക്ലാസ് വളരെ ടച്ചിങ് ആയിരുന്നു. എനിക്ക് സത്യത്തിലൊന്നും അറിയില്ല എന്താണ് ഈ പ്രോഗ്രാം എന്നൊന്നും അറിയില്ല. പക്ഷെ ഈ ക്ലാസ്, ഈ ഗുരുത്വത്തെ കുറിച്ചും ഈ സഹജാവബോധത്തെ കുറിച്ചൊക്കെ ഉള്ള ഈ ക്ലാസ്, ഞാൻ ഇതുപോലെ മുമ്പ് നടന്നിരുന്ന ഒരാൾ, ഇങ്ങനത്തെ ചിന്തകളൊക്കെ ഉള്ള ഒരാളാണ്. അതുകൊണ്ടായിരിക്കാം എൻ്റെ ഫ്രണ്ട് എനിക്ക് ഈ ലിങ്ക് കിട്ടുന്നത്. ഏതായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു പ്രോഗ്രാം കേട്ടതിൽ. സാറേ ഭയങ്കര ഇഷ്ടമായി. പേരും നമ്പറും ഒന്ന് ടൈപ്പ് ചെയ്തിട്ടോ. ഓക്കെ. പിന്നെ സാറ് ഒരു ഡൗട്ടല്ല, സാറ് അറിവിനെ കുറിച്ച് ഒന്ന് പറയാന്ന് പറഞ്ഞു, ചോദിക്കുകയാണെങ്കിൽ പറയാന്ന് പറഞ്ഞു. ഓക്കെ, ഒരു കാര്യം ചെയ്യും. മറ്റേ മോന്റെ പേരും നമ്പറും ടൈപ്പ് ചെയ്ത ശേഷം അത് എൻ്റർ ചെയ്ത ശേഷം അതിന്റെ അടിയിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. കാരണം 2 ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് മറുപടി പറഞ്ഞിട്ട് മോന്റെ ചോദ്യത്തിലേക്ക് പോകും. അപ്പൊ ഈ സമയം ചോദ്യം ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, മോൻ എന്താ ചെയ്യുന്നത് അതുകൊണ്ട് പറയൂ. ഞാനിപ്പം ഡിഗ്രി 3rd ഇയർ ചെയ്യുന്നു, BA ഹിസ്റ്ററി. ഹലോ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. ഞാനിപ്പോ ചോദ്യോത്തരത്തിലേക്ക് കടക്കുന്നു. രാജേന്ദ്ര ഏട്ടാ പറയൂ. അപ്പൊ നേരത്തെ സുഹൃത്ത് പറഞ്ഞ മാതിരി അറിവ് എന്താണ്, തിരിച്ചറിവ് എന്താണ് എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഓക്കെ, ഞാൻ ഈ കസേരയിൽ ഇരുന്നിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. കസേരയിൽ നിന്നിട്ടല്ല എന്നത് നിങ്ങൾക്കറിയാം. കസേരയിൽ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. അതായത് കസേരയ്ക്കനുസരിച്ച് എൻ്റെ കാലുകൾ വളച്ച്, പുറം വളച്ച്, ഒരു 4 എന്ന് എഴുതിയ പോലെ ഷേപ്പിലേക്ക് മാറിയിട്ടാണ് ഞാൻ കസേരയിൽ ഇരുന്നത്. അങ്ങനെ ഇരിക്കുന്നതിനെയാണ് കസേരയ്ക്കനുസരിച്ച് ഞാൻ അനുരൂപമായി, കസേരയുടെ രൂപത്തിനനുസരിച്ച് അനുരൂപമായി എന്ന് പറയാം. അനുരൂപം. ഈ അനുരൂപമാകുന്നതാണ് അറിവ്, ജ്ഞാനം എന്ന് പറയുന്നത്. ഒന്നിനോട് അനുരൂപപ്പെടാൻ കഴിയുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോ ശരീരം കൊണ്ട് ഞാൻ ഇങ്ങനെ വഴങ്ങി, ഈ വഴങ്ങുന്ന ആ വഴക്കം എന്നുള്ള അവസ്ഥയുണ്ടല്ലോ എന്റെ ശരീരത്തിന്, അത് വരുന്ന സമയത്ത് വഴങ്ങാൻ പറ്റുന്നുണ്ടല്ലോ, വഴങ്ങാൻ പാകത്തിൽ എനിക്കൊരു വഴക്കമുണ്ടല്ലോ, അതാണ് സഹജാവബോധം എന്ന് പറയുന്നത്. എൻ്റെ ഉള്ളിലെ സഹജാവബോധം. ഈ അവസ്ഥ വരുമ്പോൾ എനിക്ക് വഴങ്ങാനുള്ള ഒരു സാധ്യത ഇപ്പോൾ ഉണ്ടല്ലോ, വഴങ്ങാൻ കഴിയുന്നുണ്ടല്ലോ, അതാണ് ശിക്ഷിതാവബോധം എന്ന് പറയുന്നത്. കസേര കാണുമ്പോൾ എനിക്ക് അതിനനുസരിച്ച് വഴങ്ങാൻ പറ്റുന്നത്. കസേര പോലുള്ളൊരു സാധനം വരുമ്പോൾ വഴങ്ങേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുന്നതാണ് എന്റെ വിശ്വാസം. കസേര പോലുള്ളൊരു കാര്യം വരുമെന്നും അതിന് ഇതുപോലെയാണ് രൂപമെന്നും അപ്പോൾ എന്റെ ശരീരത്തെ അതുപോലൊരു രൂപത്തിലേക്ക് മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ടെന്നും ഭാവന ചെയ്യുന്നതാണ് 4മത്തേത്, എന്റെ ഭാവന എന്ന് പറയുന്നത്. കസേരയ്ക്ക് ഇങ്ങനൊരു വളവുണ്ട്, നിങ്ങളുടെ ശരീരത്തിന് ഇങ്ങനെ ഒരു വളവിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ശരീരം എന്താണെന്നോ കസേര എന്താണെന്നോ അല്ല, കസേര എന്നൊരു സാധനമുണ്ട്, അതിന് ഇങ്ങനെ ഒരു വളവുണ്ട്. 4 എന്ന രൂപത്തിലൊരു വളവുണ്ട്. ആ 4 എന്നുള്ള രൂപത്തിനനുസരിച്ച് ശരീരത്തിനെ 4 എന്ന രൂപത്തിലേക്ക് ആക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അത്തരത്തിലൊരു വളവായി തീരും. അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിനോട് അനുരൂപപ്പെടാൻ പറ്റും എന്ന് നിങ്ങൾക്ക് സ്ഥിതി വിവരം തരുന്നതാണ് 5മത്തെ പ്രേരം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അനുരൂപപ്പെടാനുള്ള അവസരങ്ങൾ, അനുരൂപപ്പെടാനുള്ള കാര്യങ്ങൾ, അനുരൂപപ്പെടാനുള്ള സാധ്യതകൾ നിങ്ങളിലേക്ക് ഇട്ടു തരുമ്പോൾ
നിങ്ങൾ അതിനെ മനസ്സിലാക്കുന്നത് ജ്ഞാനം എന്ന രീതിയിൽ. യഥാർത്ഥത്തിൽ ഈ ജ്ഞാനം എന്നുള്ളത് ജനിക്കുമ്പോൾ കിട്ടുന്ന കാര്യമാണ്. ഞാൻ ഈ കസേരയ്ക്കനുസരിച്ച് ഇരിക്കണം എന്നുള്ളത് ജനിക്കുമ്പോൾ എനിക്ക് കിട്ടുമെങ്കിലും പക്ഷെ എനിക്ക് എന്റെ ശരീരം ഉപയോഗിച്ച് അത് ചെയ്യാൻ കഴിയില്ല. കാരണം അതിനുള്ള പക്വത എന്റെ ശരീരത്തിന് വന്നിട്ടില്ല, പാകമായിട്ടില്ല. അത് പാകമാകുന്ന സമയത്ത് ഞാൻ പതുക്കെ അതിനനുസരിച്ച് ആയിത്തീരും. പക്ഷെ എനിക്ക് നട്ടലിന് സ്റ്റിഫ്നെസ് ചെറുപ്പത്തിലെ വരികയാണെങ്കിൽ ഞാൻ അങ്ങനെ ഇരിക്കും, ഈ വഴക്കം ഉണ്ടാവില്ല. പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള പല കാര്യങ്ങളുമായിട്ടും ഇഴചേരാൻ, ഇഴുകിച്ചേരാൻ കഴിയാത്ത രീതിയിൽ സ്റ്റിഫ്നെസ് നമുക്കുണ്ട്. അതാണ് അറിവിന്റെ കുറവെന്ന് പറയുന്നത്. അപ്പൊ അറിവെന്ന് പറയുന്ന കാര്യത്തെ എളുപ്പത്തിൽ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? പൊരുത്തപ്പെടാനുള്ള കഴിവിനെയാണ് അറിവെന്ന് പറയുക. അനുരൂപനം എന്ന് പറയും. ആ പൊരുത്തപ്പെടാനുള്ള കഴിവെന്ന് പറയുന്നത് 5 രൂപത്തിൽ വരും. 1 സഹജാവബോധം, ജന്മസിദ്ധമായി കിട്ടുന്ന അവസ്ഥ. 2 പരിശീലനം കൊണ്ട് കിട്ടുന്ന അവസ്ഥ. പിന്നെ പരിശീലിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് വിശ്വാസത്തിലായി തീരുന്നൊരവസ്ഥ. 4 അത് ഭാവനയിലായി തീരുന്നൊരവസ്ഥ. പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ വേണം എന്നുള്ളതിനെ കുറിച്ച് കേട്ടുകേൾവിയുടെ ഒരവസ്ഥ. ഈ അവസ്ഥയിലാണ് അറിവ്, പൊരുത്തപ്പെടാനുള്ള അവസ്ഥ നമ്മിലുള്ളത്. അത് ഈ വെളിയിലുള്ള സാധനം, അതായത് ഡേറ്റ എന്ന് പറയുന്നത് 5ാമത്തെ അവസ്ഥയിൽ പറഞ്ഞത് വെളിയിൽ നിന്നും വരുന്നതാണ്. ആ വെളിയിൽ നിന്നും വരുന്നതിനെയാണ് അറിവെന്ന് നമ്മൾ മനസ്സിലാക്കാറ്. സാധാരണ പുസ്തകത്തിൽ നിന്ന് വരുന്നത്, ആരെങ്കിലും പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സോഷ്യൽ എക്യുപ്മെന്റിലൂടെ മനസ്സിലാക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അറിവെന്ന് നമ്മൾ കരുതുന്നത്. അത് അറിവല്ല, അറിവിനെ കുറിച്ചുള്ള സ്ഥിതി വിവരമാണ്, ഇൻഫർമേഷനാണ്, വിവരമാണ്. അറിവെന്ന് പറയുന്നത് പൊരുത്തപ്പെടാനുള്ള നമ്മുടെ ശേഷിയാണ്, പൊരുത്തപ്പെടലാണ്. രാജേന്ദ്രേട്ട, ഇതാണ് എന്റെ ഉത്തരം. ക്ലിയർ ആണോ? ഓക്കെ, നമസ്കാരം. രഞ്ജിനി പറയും മോളെ. ധർമ്മവും കർമ്മവും തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം എന്താണ്? ഓക്കെ, ധർമ്മം എന്ന് പറയുന്നത് ഞാൻ ഉണ്ടായിട്ടുള്ളത്, ഇപ്പൊ എന്റെ കൈ ഉണ്ടായിട്ടുള്ളത് എന്റെ ശരീരത്തിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ, ശരീരത്തിന് വേണ്ടുന്ന സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ്, അല്ലെ? കൈ, അതിനാണ് എനിക്ക് കൈ തന്നിട്ടുള്ളത്. എന്റെ ശരീരം ഉണ്ടാകുമ്പോൾ തന്നെ കയ്യെ സജ്ജമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോ എന്റെ ശരീരത്തിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ധർമ്മം, കൈയുടെ ധർമ്മം. ഇപ്പോഴത്തെ ധർമ്മം എന്താ? ധർമ്മം എന്ന് വെച്ചാൽ ഒന്നല്ല കേട്ടോ, ഒരു പരമ്പരയാണ്. ഇഷ്ടംപോലെ ധർമ്മങ്ങൾ ഉണ്ടാവും. അതിൽ ഇപ്പോഴത്തെ ധർമ്മം എന്താ വെച്ചാൽ പുറം ചൊറിയാന്നുള്ളതാണ്. കൊതുക് വന്നു, കടിച്ചു, എനിക്ക് മാന്തുന്നു, ഞാൻ എത്തി ചൊറിയാം. ഈ കൈ അകത്ത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ മാന്തണം. അപ്പോഴാണ് ഞാൻ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കൈ എൻഗേജഡ് ആണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇങ്ങനെ ചൊറിയാം, വേണ്ട, ഞാൻ എന്റെ കൈ ഇവിടെ, ഞാൻ ഈ ഷർട്ടൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് ചെറിയൊരു ചുളിവുണ്ട്, ഞാനൊരു ചെറിയ സ്റ്റിക്ക് എടുത്തു. ആ സ്റ്റിക്ക് കൊണ്ട് ചൊറിയാന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ആക്കുക. ആ സമയത്ത് ഞാനിവിടെ ക്ലാസ്സിലാണ്, ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ എൻഗേജഡ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത്, ദർശൻ നീ ഇവിടെ വന്നിട്ട് ആ കോലുകൊണ്ട് എന്റെ പുറത്തുനിന്ന് ചൊറിഞ്ഞേക്കെന്ന് പറയുന്നു. ചൊറിച്ചിൽ മാറുക എന്നുള്ളതാണ് ധർമ്മം. ധർമ്മം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ? ചൊറിച്ചിൽ മാറുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഞാൻ പല വഴിയും ഉപയോഗിക്കും. ഞാൻ സ്വയം ചൊറിയും, ഇപ്പുറത്തൂടെ കൈയിട്ട് ചൊറിയും, അപ്പുറത്തൂടെ കൈയിട്ട് ചൊറിയും. എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഈ കൈ അപ്പോൾ തീരുമാനിക്കുന്ന കാര്യമാണ്, അല്ലെ? നമ്മൾ ഒരേ കാര്യത്തിൽ തന്നെ പല വിധത്തിൽ നമുക്ക് വിശപ്പ് മാറണം. വിശപ്പ് മാറാനായിട്ട് നമ്മൾ മറ്റേ പഴം കഴിക്കും, ബിരിയാണി കഴിക്കും, പൊറോട്ടയും ബീഫും കഴിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ ഈ ധർമ്മം എന്നുള്ളതിനെ നടപ്പിലാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്തോ അത് കർമ്മം. ധർമ്മവും കർമ്മവും ഒന്നാകുമ്പോൾ കർമ്മത്തിന് ബാധ്യതയില്ലാതായിത്തീരും. ധർമ്മം എന്താണോ അത് അങ്ങനെ തന്നെ നടപ്പിലാക്കുമ്പോൾ ധർമ്മവും കർമ്മവും ഒന്നായി. അങ്ങനെ ആവുന്ന സമയത്ത് അതോടുകൂടി അത് ഫിനിഷ് ചെയ്യും. ഇത് രണ്ടും തീരുന്നില്ല എന്ന് വെച്ചാൽ ധർമ്മത്തെ നമ്മൾ നടപ്പിലാക്കാനായിട്ട് വേറെ പല കാര്യങ്ങളും ചെയ്തു എന്നിരിക്കട്ടെ. അപ്പൊ നമ്മള് വീട്ടില് മറ്റേ മുറ്റം വൃത്തിയാക്കണം. മുറ്റം വൃത്തിയാക്കാനായിട്ട് ചൂലെടുത്തിട്ട് തൂത്തുവാരുക, അടിച്ചു വാരുക എന്നുള്ളതാണ് നമ്മൾ സാധാരണ ചെയ്യേണ്ട വഴി. അപ്പൊ നമുക്ക് അതിന് തോന്നുന്നു അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്കൊരു യന്ത്രം ഉണ്ടാക്കാൻ തോന്നും. യന്ത്രത്തിന്റെ സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്നു. ഇപ്പൊ പ്ലഗ് കൊണ്ടുവരുന്നു, മറ്റേ വേറെ കുറെ സാധനങ്ങൾ കൊണ്ടുവരുന്നു. ഈ യന്ത്രത്തിൽ നിന്നും വാരിയെടുക്കാനുള്ള ഒരു ചാക്ക് പോലത്തെ സാധനം കൊണ്ടുവരുന്നു. വാക്യൂം ക്ലീനറിലുള്ള കുറെ സാധനങ്ങളെല്ലാം അതിനകത്ത് ഫിറ്റ് ചെയ്ത് നമ്മൾ അതുകൊണ്ട് ചെയ്യുന്നു. പവർ വേണം, ഉപകരണം വേണം, ഇതുണ്ടാക്കണമെങ്കിൽ പണം വേണം. ഇങ്ങനെ കുറെ സാധനങ്ങൾ ചേർന്നിട്ടാണ് പിന്നെ നമ്മൾ ആ പ്രക്രിയ ചെയ്യുന്നത്. ചപ്പ് വാരിയിട്ട് അപ്പുറത്തെ പറമ്പിലേക്ക് ഇട്ടു. അപ്പുറത്തെ പറമ്പിൽ നമ്മുടെ പറമ്പ് അപ്പുറത്ത് മാറ്റിക്കൊണ്ടിട്ടു. ചൂലെടുത്ത് അത് വെക്കേണ്ട സ്ഥാനത്ത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു.
ഈ പണിക്ക് പകരം നമ്മൾ ഉപകരണം കൊണ്ടുവന്നു, വൈദ്യുതി ഉണ്ടായിരുന്നു, ഈ ഉപകരണം വാങ്ങിക്കാൻ കാശുണ്ടായി, അതിന്റെ ചെലവ് വന്നു, പിന്നെ ഈ വൈദ്യുതിക്ക് ചെലവ് വന്നു, വൈദ്യുതി ഉൽപാദന വിതരണ സംവിധാനത്തിന്റെ ഒരു ഹ്യൂജ് നെറ്റ്വർക്ക്, ഡാമുകൾ കെട്ടിയുണ്ടാക്കിയത്, അതിനുവേണ്ടി ഏക്കർ കണക്കിന് വനഭൂമി നഷ്ടപ്പെടുത്തിയത്, ഒരുപാട് പേരുടെ വാസസ്ഥാനം നഷ്ടപ്പെടുത്തിയത്, ഇതുപോലെ ഒരു നിര കാര്യങ്ങളുടെ കാരണക്കാരനായിട്ട് നമ്മൾ മാറി. ഈ ധർമ്മം ചെയ്ത് തീർത്ത ഒരു കാര്യമുണ്ടല്ലോ, ധർമ്മം കൊണ്ട് നമുക്ക് ബാധ്യതകളൊന്നും വന്നില്ല, ധർമ്മം ചെയ്ത് തീർത്തപ്പോ ചൂലെടുത്ത് അടിച്ചു വരുമ്പോ ബാധ്യതയൊന്നും വന്നില്ല. ഈ കർമ്മം ചെയ്തപ്പോഴോ, ഈ ധർമ്മം നടപ്പിലാക്കാണ്ട് ഞാൻ മെഷീൻ ഇട്ടിട്ട് തൂത്തുവാരിയപ്പോഴോ എത്ര കാര്യങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുന്നു, നമ്മൾ അറിയുന്നേ ഇല്ല. ഇത് എത്ര വലിയ പാപങ്ങളെ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്നു. അപ്പൊ ഈ ധർമ്മം കർമ്മമാകുന്ന ആ ഒരു പ്രക്രിയയിൽ ഇതിങ്ങനെ നമ്മുടെ ഈ കർമ്മ ബാധ്യത ഇരട്ടിക്കുകയല്ല, എത്രയോ മടങ്ങാവുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഈ ധർമ്മത്തെ കർമ്മമാക്കി മാറ്റുന്ന ആ പണിയുണ്ടല്ലോ, അതിനൊരു പ്ലാനിങ് പ്രോസസ് ഉണ്ടല്ലോ. ധർമ്മം ഇതാണ് ചെയ്യേണ്ടത്. ആ ധർമ്മത്തെ കർമ്മമാക്കി മാറ്റാനായിട്ട് ഒരു പ്ലാനിങ് ഉണ്ട്. അന്ന് അതായിരുന്നു ചെയ്തിരുന്നത്, ഇപ്പോൾ ഇതാണ് വേണ്ടത്, നമുക്ക് അങ്ങനെ ആയാലോ, എന്റെ കയ്യിൽ ഇതൊക്കെയാണല്ലോ, എന്നാ പിന്നെ അത് വെച്ചിട്ട് അങ്ങനെ ചെയ്താലോ എന്നൊക്കെ കരുതി ആശയും ഇച്ഛയും ഒക്കെ കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു പ്ലാനിങ് പ്രോസസ് ഉണ്ട്. ഈ പ്രോസസ്സിന്റെ പേരാണ് മനസ്സ്. ധർമ്മത്തെ കർമ്മമാക്കി മാറ്റുന്നത് മനസ്സ്. ക്ലിയർ ആണോ രഞ്ജിനി? യെസ്. ഓക്കെ, അടുത്തത് അജുവിന്റെ ആണ് ചോദ്യം. അജു പറയും. നമസ്കാരം. നമസ്കാരം. സഹജാവബോധത്തിന് വഴി കാണിക്കാനുള്ള കഴിവുണ്ട് എങ്കിൽ എപ്പോഴെങ്കിലും ഇതിന് പിഴവ് വരാൻ സാധ്യതയുണ്ടോ? സഹജമായി നാം പലപ്പോഴും എടുക്കുന്ന പല തീരുമാനങ്ങളും പിഴച്ചു പോകുക, അല്ലെങ്കിൽ അത്ര തന്നെ സുഖകരമല്ലാത്തൊരു ഔട്ട്കം വന്നേക്കുക ഒക്കെ സംഭവിക്കാറുണ്ടല്ലോ. അപ്പോൾ എത്രത്തോളം നമുക്ക് ഈ സഹജാവബോധത്തെ അവലംബിക്കാൻ കഴിയും? മണ്ണാർക്കാട് ഒരു കുട്ടി, ഗൾഫുകാരന്റെ കുഞ്ഞാണ്. ചെറിയ കാലം മുതൽ അവര് ആ ഗൾഫ് ധാരാളിത്തം കാണിച്ചു വളർത്തി. കുഞ്ഞിന് അവര് ബിരിയാണി മാത്രമേ കൊടുക്കാറുള്ളൂ, മറ്റ് സാധാരണ ഭക്ഷണമൊന്നും കൊടുക്കാറില്ല. ബിരിയാണിയുടെ വിവിധ രൂപങ്ങൾ കൊടുത്തു വളർത്തിയത്. കുഞ്ഞിന് ഒരു നാൾ ഭയങ്കരമായിട്ട് പനി വന്നു. നടന്ന കഥയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് പനി വന്നു കഴിഞ്ഞപ്പോ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർ ഇഷ്ടം പോലെ പാരസെറ്റമോളും ഒക്കെ കൊടുത്ത് ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുത്ത് കുഞ്ഞിനെ വീട്ടിലേക്ക് വിട്ടിട്ട് പറഞ്ഞു ആ കുഞ്ഞിന് കുറച്ച് കഞ്ഞിയും ചുട്ട പപ്പടവും കൂടെ കൊടുക്കാൻ പറഞ്ഞു. ഇവര് കഞ്ഞിയും ചുട്ട പപ്പടവും കൊടുത്തു. കുഞ്ഞ് കഴിച്ചില്ല എന്ന് മാത്രമല്ല, കുഞ്ഞിന് ഭക്ഷണം വേണമെന്നൊരു നിർബന്ധം. ഉദ്ദേശിച്ച ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് കുഞ്ഞിന് പനിയൊക്കെ കൂടി ഭയങ്കര പ്രശ്നമായി. അവസാനം നട്ടപ്പാതിരയ്ക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ കുഞ്ഞ് അത് കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിയെന്ന് നമ്മുടെ പരിപാടികൾ റെഗുലറായിട്ട് പങ്കെടുക്കാൻ വരുന്ന ആരോഗ്യ പ്രവർത്തകയായിട്ടുള്ള നമ്മുടെ അമ്മയുണ്ടല്ലോ, അമ്മ പറഞ്ഞ ഒരു കഥയല്ല സംഭവമാണ്. അവർ നടന്നിട്ട് ഇങ്ങനെയാണ് ലോകം പോകുന്നത് പോലെ എന്ന് പറഞ്ഞു. ഇവിടെ ആ കുട്ടിയുടെ സഹജഭാവത്തിൽ ആ കുഞ്ഞിന്റെ സഹജമായ ഭക്ഷണം എന്താണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ബിരിയാണിയാണ് എന്റെ സഹജമായ ഭക്ഷണം. ഒരു ജീവിക്ക് അയാളുടെ സഹജമായ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ശരീരത്തിൽ ഏറ്റവും ന്യൂട്രൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ. ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ശാന്തമായിട്ടുള്ള അവസ്ഥ. അഥവാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡൈനാമിസത്തിന്റെ വഴിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ജനിച്ച കാലം മുതൽ അമ്മ ആ കുഞ്ഞിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണം എന്തോ അതാണ് കുഞ്ഞിന്റെ നോർമൽ ആയിട്ടുള്ള ഭക്ഷണം, ന്യൂട്രൽ ആയിട്ടുള്ള ഭക്ഷണം. ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ എന്താണ് ഉണ്ടായത്? ബിരിയാണിയാണ് കുഞ്ഞിന്റെ നോർമൽ ഭക്ഷണം, ന്യൂട്രൽ ഭക്ഷണം. എങ്ങനെയാണത് അങ്ങനെ ആയിത്തീർന്നത്? സഹജാവബോധം എന്താണ് അവിടെ ചെയ്തത്? സഹജാവബോധത്തെ നിരന്തരമായി ബിരിയാണി കൊടുത്ത് ട്രീറ്റ് ചെയ്ത് നമ്മളൊരു പുതിയ ശിക്ഷിതാവബോധത്തിന്റെ ഒരു തലം ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് ഈ ശിക്ഷിതാവബോധമാണ് യഥാർത്ഥ അറിവ്, അനുരൂപനം എന്ന രീതിയിലുള്ള ഒരു ധാരണ വളർത്തിയെടുത്തു. ഇതെപ്പോഴാ? പ്രായപൂർത്തി ആയതിനു ശേഷം ഉണ്ടായതല്ല, ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കാലം മുതൽ ആ കുഞ്ഞിനെ ട്രെയിൻ ചെയ്ത് വരികയാണ്. അത് ആ കുഞ്ഞിന്റെ പാരഡൈം അല്ലെങ്കിൽ മനോചിത്രമാക്കി മാറുകയാണ് ചെയ്യുന്നത്. ആ മനോചിത്രമാണ് കുഞ്ഞിന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ആ മനോചിത്രത്തിന്റെ രൂപത്തിൽ നിന്നുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ മനോചിത്രം നിൽക്കുന്നത്, ഞാൻ അറിവിന്റെ 5 തലങ്ങൾ പറഞ്ഞല്ലോ, അതിൽ ഏറ്റവും അകത്ത് വിസ്ഡത്തിന്റെ സഹജാവബോധത്തിന്റെ തലം, രണ്ടാമത് ശിക്ഷിതാവബോധത്തിന്റെ തലം, മൂന്നാമത് ധാരണാവബോധത്തിന്റെ തലം. അവിടെയാണ് വിശ്വാസ വ്യവസ്ഥയുള്ളത്.
ഈ വിശ്വാസ വ്യവസ്ഥയിലാണ് ഈ പറഞ്ഞ പാരഡൈം എന്നുള്ള സംഭവം നിൽക്കുന്നത്. എന്റെ ഭക്ഷണം ബിരിയാണിയാണ്, ബിരിയാണിക്ക് ഇന്ന സ്മെല്ലുകളുണ്ട്, ഇന്ന രുചികളുണ്ട് എന്നുള്ള കാര്യം നിൽക്കുന്നത് ഇവിടെയാണ്. ഇതാണ് നമ്മളെ ഓവർ റൂൾ ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ സഹജാവബോധത്തെക്കാളും നമ്മുടെ അവയർനെസ്, ഇതാണ് ശരി എന്ന് ഞാൻ ധരിച്ചു വയ്ക്കുന്നത് എവിടെയോ അവിടെ, അതായത് സഹജാവബോധമാണ് എന്റെ ശുദ്ധമായ ജ്ഞാനം ഞാൻ അറിയുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നു. അവയർനെസ് എന്റെ ശീലങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നു. എന്റെ വിശ്വാസങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നു. എന്റെ യുക്തിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നു. എന്റെ സ്ഥിതി വിവരങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ അവെയർ ആയിരിക്കുന്നത് ഏതവസ്ഥയിലാണ്, ആ അവസ്ഥയ്ക്കനുസരിച്ച് മാറിപ്പോകും. അപ്പോ ഞാൻ എന്റെ വിശ്വാസങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ ഇവിടെയാണ് നിൽക്കുക. ഇത് യാഥാർത്ഥ്യമായിട്ട് കുറെ ദൂരം നിൽക്കുന്ന കാര്യമാണ്. ആ യാഥാർത്ഥ്യങ്ങളായിട്ട് ദൂരെ നിൽക്കുന്ന സമയത്ത് ഇത് സത്യമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ ഇതാണ് ശരിയെന്നാണ് ഞാൻ വിശ്വസിക്കുക. അപ്പൊ നമ്മൾ എവിടെയാണോ അവെയർ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നാണ് നമ്മുടെ യാഥാർത്ഥ്യത്തെ, നമ്മുടെ സഹജ ചോദനയെ നമ്മൾ അറിയുന്നത്. എന്റെ അടിസ്ഥാന ഭക്ഷണം ബിരിയാണിയാണെന്ന് വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തിന്റെ തലത്തിൽ നിന്നാണ്, അറിവിന്റെ തലത്തിലല്ല, അനുരൂപനത്തിന്റെ തലത്തിലല്ല, ശുദ്ധഭക്ഷണവുമായിട്ട് എന്റെ ശരീരത്തിലുള്ള ബന്ധത്തിന്റെ ഒരു തലത്തിലല്ല. അതെല്ലാം വിട്ടിട്ട് നമ്മൾ ജീവിതം കൊണ്ട് വേറെടുത്ത് വന്നു കഴിഞ്ഞു. ചിലർ ഇപ്പോ കൺസ്യൂമറിസ്റ്റിന്റെ ലോകത്തേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോ കോസ്മോപൊളിറ്റൻ സിറ്റികളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം എന്താന്ന് ചോദിച്ചാൽ പിസ്സ, എനിക്കറിയില്ല കേട്ടോ, ഞാനിതൊന്നും കണ്ടിട്ടുള്ള ആളല്ല, എങ്കിലും പിസ്സയാണ് ബർഗറാണെന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അത് എങ്ങനെയാണ് അവർ മനസ്സിലാക്കിയത്? അവരുടെ വിശ്വാസം എന്നുള്ള രൂപത്തിൽ, അവരുടെ യുക്തിയുടെ രൂപത്തിൽ അതവിടെ ഉണ്ടായി വന്നിട്ടുള്ളതാണ്. അവിടെ നിന്ന് ഉണ്ടായി വന്നത്. മനുഷ്യന്റെ ഭക്ഷണം അതാണോ? ഇതൊക്കെ ഏത് കാലത്ത് വന്നതാണ്? നമ്മൾ കേരളത്തിൽ ജനിച്ചു വളർന്നവന്റെ ഭക്ഷണം ഇതാണോ? നമ്മൾ വെറുതെ ഇരുന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. പക്ഷെ നമ്മൾ സംസ്കാരത്തിന്റെ ഭാഗമായി ഇത് ശീലിച്ചിട്ട് ഇതാണ് സഹജമായത് എന്ന് ധരിച്ചു വശാകുന്നു. അപ്പോൾ നമ്മുടെ അവയർനെസ് ആണ് ഈ കാര്യത്തെ തീരുമാനിക്കുന്നത്. അവയർനെസ് ഉള്ളത് യാഥാർത്ഥ്യമല്ല. അവയർനെസ് ഉള്ളത് നമ്മൾ എന്തിലാണോ ആയിരിക്കുന്നത്, നമ്മൾ എന്തിലാണോ എത്തിപ്പറ്റിയിരിക്കുന്നത്, അതാണ്. അജു, ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ. അജു എന്ത് ചെയ്യുന്നു എന്ന് പറയാമോ? ഞാൻ സൈക്കോളജി ഡിഗ്രി കഴിഞ്ഞ് ഇപ്പൊ PG ചെയ്തോണ്ടിരിക്കാം. ഓക്കെ. അപ്പോ സഹജാവബോധത്തിന്റെ ഒരു പ്യൂരിഫൈഡ് അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം എന്നുള്ള നമ്മുടെ അവയർനെസ് എന്നുള്ള ബോധത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് ഒരു യാത്ര ഉണ്ട് അല്ലെ? പിന്നെ നല്ലൊരു യാത്രയുണ്ട്. അത് അത്ര ഈസി ആയിട്ടുള്ള യാത്രയും അല്ല. അജുവിന്റെ നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. ഞാനിവിടെ കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഒന്നുകൂടി എഴുതിയിട്ടാ. അപ്പൊ എന്റെ സംശയം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ എനിക്ക് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. നന്ദി. ഓക്കെ. അപ്പൊ ഇനി അടുത്ത ചോദ്യം ആരുടെയാണ്? പ്രദീപിന്റെ. പറയൂ. ആബിദിന്റെ ഉണ്ടല്ലേ? ആബിദ് ചോദ്യം വിളിക്കുന്നത് ഈ ഒരു രൂപത്തിലാണ്. ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളവരാണ് ഞാൻ വിളിക്കുക. അപ്പൊ ആബിദ് അവിടെ ഒരു ചോദ്യം ഇട്ടോ, കാരണം എനിക്ക് അതിന്റെ റെക്കോർഡ് കൂടെ ആവശ്യമുണ്ട്, അതിന്റെ ഒരു ഡോക്യുമെന്റേഷൻ ആവശ്യമുണ്ട്. പ്രദീപ് പറഞ്ഞോ. നമസ്കാരം. ചോദ്യം ഇതാണ്. നമുക്ക് കർമ്മം ഫലത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോ നമ്മളിപ്പോ ഒരു ഭക്ഷണം കഴിക്കുന്നത് പോലും, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഭക്ഷണം കഴിക്കുന്ന പോലെ അതിനെ ഒരുപാട്, ഇപ്പൊ ഒരു മീനി കഴിക്കുകയാണെങ്കിൽ അതിനും വേണം ഈ വക ഫാക്ടറി വൽക്കരണമൊക്കെ. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ദൈനംദിനം നമ്മൾ അറിഞ്ഞോ അറിയാതെയും ഒരുപാട് കർമ്മഫലങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പൊ ഈ കർമ്മത്തിനനുസരിച്ചുള്ള ഒരു ഫലം നമുക്ക് കിട്ടുന്നത് ഏത് വ്യവസ്ഥയാണ് ഉപരിവ്യവസ്ഥയാണോ നമ്മളെ അത് അറിയിക്കുന്നത്? സുഖകരമല്ലാത്ത അവസ്ഥയിലേക്കാണല്ലോ ഈ കർമ്മഫലങ്ങൾ കൊണ്ടുപോകുന്നത്. അസുഖകരമല്ലാത്ത അവസ്ഥ നമ്മളിലേക്ക് തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ അനുഭവിപ്പിക്കുന്ന ഒരു ഘടകം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. സുഖകരമല്ലാത്ത അവസ്ഥ നമ്മളിലേക്ക് എത്തിക്കുന്നത് എന്താണെന്നുള്ളതല്ലേ? ഇതിന് ഒരു വ്യവസ്ഥയ്ക്കും നമ്മുടെ വ്യവസ്ഥയ്ക്കും കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ കടിക്കുന്ന പട്ടിയുടെ വായിക്കൊണ്ട് കാലിട്ടു, പട്ടി കടിച്ചു, അവനവന്റെ കർമ്മം ഫലം അവനവൻ നേരിട്ട് അനുഭവിക്കുന്നു. ഇത് ഉപരിവ്യവസ്ഥയ്ക്ക് ഇതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല, നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന. അതിന്റെ ബാക്കി പത്രം എന്നുവെച്ചാൽ അവിടെ കൊണ്ട് തീരണ്ട. എപ്പോഴും ഈ ഉപരിവ്യവസ്ഥയുടെ നിയമങ്ങളെ നമ്മൾ ഗുരുനിയമങ്ങളെന്നും നമ്മുടെ വ്യവസ്ഥയുടെ നിയമങ്ങളെ ലഘുനിയമങ്ങളെന്നാണ് പറയുക. ലഘുനിയമങ്ങൾ പാലിക്കപ്പെടാനുള്ളവയാണ്. ലഘുനിയമങ്ങൾ നിരന്തരമായിട്ട് ലംഘിക്കുകയാണെങ്കിൽ ഗുരുനിയമങ്ങൾ എക്സിക്യൂട്ട് ചെയ്യപ്പെടും. ക്ലാസ്സിൽ മിണ്ടാതിരിക്കുക എന്നുള്ളത് കുട്ടിയുടെ ധർമ്മമാണ്. മിണ്ടിയിട്ടുണ്ടെങ്കിൽ ലീഡർ പേരെഴുതി വെക്കും.
അപ്പോ മാഷ് വരും, തല്ലും. പക്ഷെ കുട്ടി നിരന്തരം മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്, മാഷ് തല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മാഷ് അവസാനം പൊറുതി മുട്ടിയിട്ട് ക്ലാസ്സിൽ നിന്നും പുറത്താക്കും. അത് ഗുരുനിയമം. ലഘുനിയമം എന്താ? പാലിക്കുക എന്നുള്ളതാണ്. ലഘുനിയമം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ശിക്ഷ അടി കിട്ടും ആ ക്ലാസ്സിനകത്ത് വെച്ച് തന്നെ. അതുകൊണ്ട് നടന്നിട്ടില്ലെങ്കിൽ ഗുരുനിയമം എക്സിക്യൂട്ടീവ് ക്ലാസ്സിന്റെ പുറത്താക്കും. ഇതുപോലെ ഏത് നിയമമാണെങ്കിലും ഏത് കർമ്മമാണെങ്കിലും ശരി, ആ കർമ്മത്തിന്റെ ശിക്ഷ അവിടെ കിട്ടും. നമ്മൾ പറയാറുണ്ടല്ലോ, പാടത്ത് പണി പരമ്പത്ത് കൂലി എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടും. അവിടെ തന്നെ അതിന്റെ അസുഖകരമായ അവസ്ഥകൾ കിട്ടും. പക്ഷെ നമ്മൾ പ്രക്ഷുബ്ധതകളിൽ ജീവിച്ച് ഭയങ്കരമായിട്ട് ശീലിച്ചത് കൊണ്ട് നമുക്ക് ഇതൊന്നും വലിയ വിഷയമല്ല. ഇതൊക്കെ കിട്ടിയ നമ്മളെത്ര കണ്ടിരിക്കണോ നമ്മൾ അങ്ങ് പോകും. പിന്നെ അങ്ങനെ കുറച്ച് കൂട്ടി വെച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഇതിലും വലിയ സാധനം കിട്ടും. അപ്പോ ഉപരിവ്യവസ്ഥയുടേതായ ശിക്ഷ കിട്ടും. ഇപ്പോ ചില ആളുകൾ വളരെ മാന്യമായിട്ടും വളരെ ക്ലിയർ ആയിട്ടും ജീവിച്ചു പോകുന്നവരുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കും, പിന്നെ എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടെ നടപ്പിലാക്കി പോകും. എന്നിട്ട് പെട്ടെന്ന് ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നത് കാണാം. എങ്ങനെ ഈ ആക്സിഡന്റ് ആയി കിടക്കുക? അവര് ഈ ആക്സിഡന്റ് ആയിട്ട് കിടക്കാനുള്ള കാരണം അവർക്ക് കൃത്യമായിട്ട് കിടന്ന് അവരുടെ ധർമ്മങ്ങൾ നിർവഹിക്കാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ആയിട്ട് ആ ധർമ്മങ്ങൾക്ക് ആരെങ്കിലും ആശ്രയിക്കേണ്ടി വരുമ്പോൾ ഇവരുടെ അഹങ്കാരത്തിൽ വരുന്ന ചില ഭേദങ്ങൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ട് അവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും അനുഭവപരമായിട്ടും കുറെ വ്യത്യസ്ത വെളിച്ചങ്ങൾ ഉണ്ടാക്കി കൊടുക്കും പ്രകൃതി. ഉപരിവ്യവസ്ഥ വ്യത്യസ്ത വെളിച്ചങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ ഈ രീതിയിലാണ് പ്രകൃതി ഉപരിവ്യവസ്ഥയുടെ ഇടപെടൽ ഈ രൂപത്തിലാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് തന്നെ ജീവിതത്തിൽ തിക്തമായിട്ടുള്ള പല അനുഭവങ്ങളും വരുന്നുണ്ടല്ലോ. അത് നമ്മൾ ഉണ്ടാക്കി വെച്ചത്, നമ്മൾ ചെയ്തു വെച്ചതിന്റെ ബാക്കി പത്രമാണ്. അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. അവയെ അതിജീവിച്ച് പോകാനുള്ള ശേഷിയും നമുക്കുണ്ട്. ഉത്തരം ക്ലിയർ ആയോ പ്രദീപ്? ക്ലിയർ ആയി. ഓക്കെ, ഇനി അബിദിന്റെ ചോദ്യം തുടരൂ. സാറ് ജ്ഞാനത്തെ പറ്റി പറയാന്ന് പറഞ്ഞിരുന്നു. എന്താ ജ്ഞാനത്തെ പറ്റി? അറിവ്. ഞാൻ രാജേന്ദ്രേട്ടന് മറുപടി കൊടുത്തതാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയാമെന്നാലും, അറിവെന്ന് പറയുന്നത് അനുരൂപനമാണ്. അനുരൂപനം എന്ന് വെച്ചാൽ പൊരുത്തമാകലാണ്. വെളിയിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ ഒരിക്കലും അതല്ല. ഞാൻ കസേരയുടെ ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞത്. നമ്മളത് സ്ഥിരം പറയുന്ന ഒരു ഉദാഹരണം, അത് വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. നമ്മളിപ്പോ ഒരിടത്ത് കാല് വെക്കുന്നുണ്ടെങ്കിൽ എന്റെ കടൽ തീരത്ത് ഞാൻ കാല് വെക്കുന്നതിനനുസരിച്ച് എന്റെ ഭാരത്തിനനുസരിച്ച് കടൽ തീരത്തെ മണ്ണിനനുസരിച്ച് എന്റെ കാലും പരസ്പരം പൊരുത്തമാകും. ആ പൊരുത്തമാകലിൽ ആണ് അത് സമ്പൂർണ്ണമാവുക. കാലും മണ്ണും തമ്മിലുള്ള ചേർച്ച സമ്പൂർണ്ണമാകുന്നത്. ഇപ്പോ ലൈംഗികതയുടെ കാര്യം എടുക്കുക. ലിംഗയോനികൾ ചേർന്ന് വരുമ്പോഴാണ് സമ്പൂർണ്ണമാകുക. അന്നവും വായയും തമ്മിലുള്ള ബന്ധം എടുക്കുക. ഭക്ഷണം വായിലേക്ക് ചെല്ലുമ്പോഴാണ് അത് പൂർണ്ണമാവുക. അതുപോലെ നമ്മൾ എന്തുമായി ചേരുന്നു അത് പൂർണ്ണമാകും. പൂർണ്ണമാകുക എന്നുള്ളതാണ് സഹജമായ അവബോധം. ആ പൂർണ്ണമാകാനുള്ള വഴികളാണ് നമുക്ക് ഉണ്ടാക്കി തരിക. അതാണ് സഹജാവബോധം എന്ന് പറയുന്നത്. ഇതാണ് പൂർണ്ണമായിട്ടുള്ള അറിവ് എന്ന് പറയുന്നത്. എന്നാൽ പൂർണ്ണമായ അറിവിലേക്ക് നമ്മൾ എപ്പോഴും എത്താറില്ല. അതിനനുസരിച്ച് പൊരുത്തമാകാൻ വേണ്ടിയുള്ള ഒരു തരം വഴക്കം നമ്മളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ശിക്ഷിതാവബോധം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഭാഗം. അങ്ങനെ വഴങ്ങേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവ്, ബോധം ഉണ്ടാകലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകലാണ് മൂന്നാമത്തത് ധാരണാവബോധം എന്ന് പറയുന്നത്, കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. നാലാമത് ഇങ്ങനെയാണ് ഞാൻ പൊരുത്തമാകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഐഡിയ ആണ്, ഭാവനാവബോധം. അതൊന്നും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായതല്ല. ഇതൊക്കെ ഒരു പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയതാണെന്നിരിക്കട്ടെ, ഒരു ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയാണെന്നിരിക്കട്ടെ. തലവേദന വന്നു കഴിഞ്ഞാൽ മറ്റേ സാധനം എടുത്ത് നെറ്റിയിലിടുക എന്ന് നിങ്ങൾ ഗൂഗിളിൽ നിന്നും നിങ്ങൾ സെർച്ച് ചെയ്ത ഒരു സാധനം കിട്ടിയാൽ അത് സ്ഥിതി വിവരമാണ്. അത് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് അറിവേ അല്ല. പക്ഷെ അതിനെയാണ് നമ്മൾ അറിവെന്ന് വിചാരിക്കുന്നത്. പുസ്തകത്തിൽ കൂടെ കിട്ടുന്നത് അറിവാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ മോനെ ഞാൻ പറഞ്ഞത്? അബിത്, ക്ലിയർ ആയില്ല എങ്കിൽ വീണ്ടും ചോദിക്കുക തന്നെ വേണം. കാരണം എത്ര നമുക്ക് ചോദിക്കാൻ കഴിയുമോ അത്രയും ചോദിച്ച് അതിന്റെ ആഴങ്ങളിലേക്ക് പോയാലേ ആവുള്ളൂ. പിന്നെ ഒളിമ്പസിന്റെ പഠനത്തിലാണെങ്കിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്താണ് സാധനം എന്ന് മനസ്സിലാക്കാൻ 15 കൊല്ലം വേണം.
മനസ്സിലായില്ലേ? അത് എത്ര ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾക്ക് സമ്പൂർണ്ണമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങണമെങ്കിൽ ഒരു 15 വർഷം വേണം. അതുകൊണ്ട് ഒരു ചോദ്യം കൊണ്ട് തീർന്നു എന്ന് വിചാരിക്കേണ്ട, എത്ര വേണേ ചോദിച്ചു. ഓക്കെ ഓക്കെ, ഈ ചോദ്യത്തിന് ഉത്തരമായെങ്കിൽ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് വന്നു. കണ്ണദാസൻ. കർമ്മഫലം എന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞൊരു കുറച്ചിന്റെ ബിരിയാണി കൊടുത്തു വളർത്തിയ ഒരു സ്റ്റോറി പറഞ്ഞല്ലോ. അപ്പോ അതുപോലെ ഇവര് പറയുന്ന എല്ലാവരെയും കൊച്ചുവായാലും എന്തെങ്കിലും അവരെ അറിയുന്നില്ല, അവർ പോലും അറിയാതെ ഈ കർമ്മഫലത്തിന് ആവുന്നതല്ലേ. ചെയ്യുന്നതാണോ ഈ ധർമ്മത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇതിൽ വരുന്നത്? ഇപ്പൊ ഞാനിപ്പോ ചെറുപ്പത്തിൽ വളർന്നു വന്ന കാരണം എന്നെ ഞാൻ കണ്ട് ശീലിച്ചതും ഈ വളർന്നു വന്ന സിറ്റുവേഷനെല്ലാം വെച്ചിട്ടാണെങ്കിലും ഞാൻ ചെയ്യുന്നത് ഒരു തെറ്റാണെന്ന് എനിക്കൊരു ബോധ്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളത് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. ഈവൻ ഇപ്പൊ സ്റ്റില്ലാണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന്റെ കർമ്മഫലം എന്ന് പറയുമ്പോൾ നമ്മൾ പോലും അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളല്ല. അങ്ങനെ ഒരു കർമ്മം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ വന്നു പോകുന്ന കാര്യങ്ങളല്ലേ. ഇത് ഇപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നിപ്പോ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പറഞ്ഞു തരുന്നില്ല. ഒരിക്കലും ഞാൻ എന്താണ്, അല്ലെങ്കിൽ എന്റെ കഴിവുകൾ എന്താണ്, ഒരിക്കലും ഇതിലൊന്നും ഒരിക്കലും ഞാൻ ഇത്രയും ആ അന്വേഷണം തന്നെയാണ് എന്നെ ഈ വഴിക്ക് എത്തിച്ചിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. അന്വേഷിച്ചുകൊണ്ടിരിക്കുകയെന്ന് അങ്ങനെ പറയാം. എന്താണ് നമ്മളുടെ കഴിവുകൾ ഒരിക്കലും കാണിച്ചു തരാൻ നമ്മുടെ സിസ്റ്റം അല്ല എന്ന്. അവരും കഴിക്കുന്ന ഒരു വഴി ഏതൊരു മറ്റുള്ളവർ ചെയ്യുന്നത് ആ വഴി നമ്മൾ പോകുന്നതന്നെ ഉള്ളൂ. ഈ രണ്ട് ഇതാണ് നമ്മളുള്ളത്. നമുക്ക് ഈ കർമ്മഫലം എന്ന് പറയുന്ന കർമ്മം നമ്മൾ ചെയ്തു പോകുന്നു, നമ്മൾ പോലും അറിയാതെയാണ് ചെയ്യുന്ന കാര്യങ്ങൾ. അത് ശരി. അതിനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ അറിയാതെ ചെയ്തു പോകുന്നതിന്റെ കർമ്മഫലത്തെ കുറിച്ച് പറയാം. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വലത്തോട്ടും ഇടത്തോട്ടും നോക്കിയിട്ട് ക്രോസ് ചെയ്യാവൂ. ഇത് റോഡ് ലോ ആണ്, റോഡ് നിയമമാണ് അല്ലെ. അത് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇടി കൊള്ളാനും ചാകാനും സാധ്യതയുണ്ട്. രണ്ടാമത് ഒരാളുടെ കാര്യത്തിൽ എടുക്കുന്നു, അയാൾക്ക് നിയമം അറിയില്ല, അയാൾ ക്രോസ് ചെയ്ത് പോകുന്നു. അയാൾ നിയമം തെറ്റിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം അയാൾക്ക് നിയമം അറിയില്ല. ഉണ്ടെങ്കിലല്ലേ, നിയമത്തെ കുറിച്ച് അറിവുണ്ടെങ്കിലല്ലേ അയാൾ തെറ്റിക്കുന്നുള്ളൂ. അയാളെ സംബന്ധിച്ചാൽ നിയമം തെറ്റിക്കുന്നില്ല, പക്ഷെ അയാൾ ഇടികൊണ്ട് ചാവും. ആദ്യത്തെ ആളുടെ അതേപോലെ തന്നെ ഇയാൾക്കും നിയമം അറിഞ്ഞ് തെറ്റിച്ചാലും അറിയാതെ തെറ്റിച്ചാലും തെറ്റിയാ തെറ്റിയെന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ കർമ്മഫലം എന്നുള്ളത് അറിഞ്ഞു ചെയ്താലും അറിയാണ്ട് ചെയ്താലും കിട്ടാനുള്ളത് കിട്ടും. പിന്നെ നമ്മള് അറിഞ്ഞു കിട്ടുന്ന സമയത്ത് കുറച്ച് ഒരു ഒരുക്കം ഉണ്ടാക്കാൻ പറ്റും, ഒന്ന് ഒരുങ്ങിയിരിക്കാൻ പറ്റും. അതാ അടുത്തത് കുത്ത് കിട്ടും അല്ലെങ്കിൽ തട്ട് കിട്ടും എന്ന് അറിഞ്ഞുകൊണ്ടാകുമ്പോൾ നമുക്ക് അതിന്റെ ആഘാതം ഒന്ന് കുറയ്ക്കാൻ പറ്റും. നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഒന്ന് പൊരുത്തമാകാൻ പറ്റും. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താണ് ചോദ്യങ്ങൾ കഴിഞ്ഞോ? 8:50. ഹലോ, പറഞ്ഞു പോരാ. അതായത് പിന്നെ സാഹചര്യ അറിവാണ് മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അറിവ് എന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം നമ്മൾ പുസ്തകങ്ങളിൽ നിന്ന് എഴുതി പഠിച്ചിട്ടല്ല ഓരോ അവസരത്തിനൊത്തിട്ടുള്ള അറിവുകൾ പഠിക്കേണ്ടത്. ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ ആ സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും, ആ ഒരു സ്വയബോധത്താലുള്ള അറിവാണ് സാഹചര്യ അറിവ്. അത് അതിനെ പറ്റിയിട്ട് ഇപ്പം മലയാളത്തിൽ എന്താ സന്തോഷം പറഞ്ഞത്? ഉപനയന എന്താണ് മലയാളത്തിൽ എന്താണ് പറഞ്ഞത്? സാഹചര്യത്തിന് എങ്ങനെ ഒന്നുകൂടെ പറയേ. പറഞ്ഞ വാചകം എനിക്ക് മനസ്സിലായില്ല. അല്ല, ഒരു പദം പ്രയോഗിച്ചിട്ടുണ്ടായില്ലേ മലയാളത്തിൽ തന്നെ? അതാരാ സംഭവം? അതായത് എന്ത് രൂപീകരണം? സഹജാവബോധത്തെ കുറിച്ചാണ്. അനുരൂപനം. വെരി ഗുഡ്. ഈ അനുരൂപനത്തിൻ്റെതാണ് മലയാളത്തിലാണെങ്കിൽ. പിന്നെ അറബിയിലാണെങ്കിൽ അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ, സാഹചര്യ വിജ്ഞാനമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അതിന് മലയാളത്തിൽ അനുരൂപനം എന്ന് പറഞ്ഞ ഓരോ ഭാഷയിലും ഈ ഇതിനെക്കുറിച്ചുള്ള പ്രാധാന്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഈ അറിവിന്. എന്നിട്ട് മനുഷ്യൻ വീണ്ടും വീണ്ടും പഠിച്ചിട്ടുള്ള അറിവ്, പുസ്തകം വായിച്ചിട്ടുള്ള അറിവിന്റെ വേക്കിലേക്കാണ് പോകുന്നത് എന്നതാണ് നമുക്ക് ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ. ഓക്കെ.
രമ്യ പറയൂ. പിന്നെ ഏട്ടാ, നമ്മള് പിന്നെ ഇപ്പോഴും ശരിക്കും ശിക്ഷിതാവ ബോധത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ചില സമയത്ത് നമ്മുടെ ശരീരം ഈ സഹജാവബോധത്തിലേക്ക് പോകില്ല. പോവും, ഉറപ്പായിട്ടും പോവും. സഹജാവബോധമായിട്ട് നമ്മൾ നിരന്തര ബന്ധത്തിലാണ്. പക്ഷെ പലപ്പോഴും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ശിക്ഷിതാവബോധമോ ധാരണാവബോധമോ വെളിയിലേക്ക് ഇറങ്ങി വരും. നമ്മളിപ്പോ ശീലങ്ങൾ എന്ന് പറയുന്ന സാധനം നമ്മളിപ്പോ പലപ്പോഴും ചെയ്യുന്ന പല കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്, ശീലങ്ങളുടെ ഭാഗമായിട്ട് ചെയ്യുന്നില്ലേ. ഈ ശീലങ്ങൾ കൊണ്ട് ചെയ്യുന്ന ആ സംഭവം എന്ന് പറയുന്നത് ശിക്ഷിതാവബോധത്തിലാണ്. ശീലം കൊണ്ട് മാത്രമല്ല, വിശ്വാസം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. വിശ്വാസം കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ധാരണാവബോധത്തിലാണ്. അപ്പൊ കാണുന്ന യുക്തിക്കനുസരിച്ച് ചെയ്യുന്നത് അത് ഭാവനാവബോധത്തിലാണ്. കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഇതാണ് ശരി എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലേ, അത് പ്രേരണാവബോധം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഓരോന്നിനെ ആധാരമാക്കിയിട്ടാണ്. അത് എന്തിനെ ആധാരമാക്കിയിട്ടാണോ അതിനനുസരിച്ചാണ് പ്രവർത്തനം വരിക. അപ്പോൾ നമുക്ക് സഹജാവബോധത്തിന് പകരം ശിക്ഷിതാവബോധം കൊണ്ടാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അതിനപ്പുറത്ത് ഏത് തലത്തിലും ആകാം. അത് നമ്മൾ കോട്ടക്കാർപ്പ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത് ചിലരുടെ കാര്യത്തിൽ ഞാൻ പറയാറുണ്ടല്ലോ, ഇയാള് യുക്തിയിലാണ് ആ കാര്യത്തെ കാണുന്നതെന്ന് പറയാറുണ്ടല്ലോ. കണ്ടിട്ടുണ്ടല്ലോ, കണ്ടിട്ടുണ്ടല്ലോ. കോട്ടക്കാർപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ കാറ്റഗറിയിൽ നമ്മളിങ്ങനെ നിങ്ങൾ ഇതുകൊണ്ടാണ് കൈകാര്യം ചെയ്യുന്നത് പറയാറുണ്ടല്ലോ. ആ സംഭവം അങ്ങനെയാണ് വരുന്നത്. കേട്ടോ രമ്യ? എന്റെ ക്യാമറ ചരിഞ്ഞാണിരിക്കുന്നത്, ഒന്ന് ചരിച്ചു വെക്കുക. അതിൽ റൊട്ടേഷൻ ഓഫ് ആണ്. റൊട്ടേഷൻ ഓൺ ചെയ്താൽ ശരിയാണ്. ക്ലിയർ ആയോ? പറഞ്ഞത് ക്ലിയർ ആയോ? അത് സംശയം അത് അവ്യക്തമാണെങ്കിൽ അത് ചോദിക്കുക തന്നെ ചെയ്യൂ. അതായത് നമ്മള് ഇപ്പൊ ഏട്ടൻ പറഞ്ഞു എന്താ പറയുന്നത്, ഞാൻ അറിയുന്നത് എനിക്ക് ചെക്കന്റെ കാര്യം പറയാം. അവന് നമ്മള് അസുഖം വന്നാൽ അവൻ മരുന്ന് കഴിക്കില്ല. പക്ഷെ അവനത് മരുന്ന് അവന് കഴിച്ചാൽ അത് അങ്ങനെ തന്നെ പോകും ചെയ്യും. ഏട്ടൻ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇതുണ്ട്. അവനെ ഒരു പഠിക്കില്ല. പക്ഷെ അത് അവന്റെ ആ ഒരു ഇതില് നമ്മളത് പഠിപ്പിച്ചു കൊടുത്തതൊന്നുമല്ല. പക്ഷെ അത് അങ്ങനെ തന്നെ അവന് വരുന്നതാണ്. അതെ, കുഞ്ഞുങ്ങളുടെ ശരീരം വളരെ പെട്ടെന്ന് കുഞ്ഞുങ്ങളുടെ ശരീരം സഹജാവബോധം വിട്ടുപോകാൻ കുറച്ച് കാലം എടുക്കുമല്ലോ. അതെ, അതുകൊണ്ട് തന്നെ അത് വീണ്ടും കൊടുത്തു പഠിപ്പിച്ചതിന് ലോ ഓഫ് അക്കമഡേഷൻ എന്നുള്ളൊരു സാധനം ഉണ്ട്. അനുരൂപന നിയമം എന്നുള്ളൊരു സംഭവം ഉണ്ട്. അനുരൂപന നിയമം അനുസരിച്ച്, അനുരൂപന നിയമം എന്ന് വെച്ചാൽ ജ്ഞാനവുമായി ബന്ധപ്പെട്ടതല്ല, അത് ശരീരശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമമാണ്. പുകവലിക്കുന്നവൻ കുറച്ചു കാലം കഴിഞ്ഞാൽ പുകവലിയോട് പ്രതികരിക്കാതെയാകുന്നത് ഈ അനുരൂപന നിയമം കൊണ്ടാണ്. ശരീരം അതിനെ അക്കോമഡേറ്റ് ചെയ്യും, മനസ്സിലായില്ലേ? അതുപോലെ മരുന്നിനെ അക്കോമഡേറ്റ് ചെയ്തിട്ട് പിന്നീട് പ്രതികരിക്കാണ്ടാവും. അപ്പൊ അതിന് പകരം അത് കൊടുക്കുന്നത് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. മരുന്ന് ആവശ്യമില്ല എന്നുള്ള അവന്റെ ശരീരം പറയുന്നുണ്ടല്ലോ, അതങ്ങ് കേട്ടാൽ മതി. രമ്യ പോയി വന്നതാ. വരട്ടെ, രമ്യയുടെ കറക്ഷൻ ക്ലിയർ ആയിട്ടില്ല തോന്നുന്നു. ഇക്ബാൽ, ഓക്കെ, കാണാം. ഡു യു ഹാവ് ആൻ ഇവാലുവേഷൻ ടു ടെൽ? എല്ലാവർക്കും നമസ്കാരം. പറയൂ. നല്ല സെഷൻ ആയിരുന്നു. നമ്മളെ ബേസിക് ടോപ്പിക്കുകൾ, ഇപ്പൊ ധർമ്മം, കർമ്മം, അനുരൂപനം, അങ്ങനത്തെ കുറെ ടേമുകൾ ഈ ഗുരുത്വത്തിന്റെ സെമിനാറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിഞ്ഞു. നല്ല നല്ല ചോദ്യങ്ങൾ വന്നതുകൊണ്ട് അതിന് ക്ലാരിറ്റികൾ കിട്ടി. 5 സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞതുകൊണ്ട്. അപ്പോൾ നല്ല സെഷനായിരുന്നു, നല്ല ചർച്ചകൾ നടന്ന സെഷനായിരുന്നു. അപ്പൊ ഇനിയും ഈ പരിപാടികളിൽ എല്ലാവരും പങ്കെടുക്കണം. ഇത്തരം ഇതിലൂടെ കൂടുതൽ അറിവുകളിലേക്ക് പോകാനുള്ള യാത്രകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഏതായാലും ഒരു ചോദ്യം കൂടെ വന്ന് കിടപ്പുണ്ട് ദർശന്റെ. അപ്പോ ദർശന്റെ ചോദ്യം കൂടെ തീർത്തിട്ട് നമുക്ക് നിർത്താം. ദർശൻ പറയൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദർശൻ, തമിഴ്നാട് പൊള്ളാച്ചിയിൽ നിന്നാണ്. തമിഴ്നാട് പൊള്ളാച്ചി നാട്. ഞാനിപ്പോ ഗ്രീൻ ക്രസിക്കോ വില്ലേജിലാണ്. അപ്പോ എന്റെ ചോദ്യം, നമുക്ക് ഇതൊക്കെ പഠിച്ചു, അതായത് നമ്മൾക്ക് ഗുരുത്വത്തിലല്ല ജീവിക്കുന്നത്, നമുക്ക് അണുരൂപപ്പെടാൻ കഴിയുന്നില്ല. അപ്പോ ഗുരു ആരാണോ ഗുരു, ഇങ്ങനൊക്കെ അറിഞ്ഞു. പക്ഷെ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്റ്റേറ്റ് വേറെ, അവസ്ഥ വേറെയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മള്
ഗുരുത്വത്തെ അറിയാനും ഗുരുത്വത്തിലേക്ക് ചേരാനും അങ്ങനെ വിഷയങ്ങളിലോട് പൊരുത്തപ്പെടാനും അനുരൂപണം നമ്മുടെ ഉള്ളിലേക്ക് വരാനും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് ഒളിമ്പസ് തരുന്ന ഉത്തരം ഏതാണ്? ഒളിമ്പസ് അതിനുള്ള വഴി ഏതാണ് എന്നാണ് എന്റെ ചോദ്യം. ഓക്കെ, ഞാൻ എന്തിനാണ് ജീവിക്കേണ്ടത്? ഞാൻ എനിക്ക് വേണ്ടിയാണോ ജീവിക്കേണ്ടത്, അതോ സായിപ്പിന് വേണ്ടിയാണോ ജീവിക്കുന്നത്, അത് നാട്ടുകാർക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത്, വീട്ടുകാർക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത്? ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം സ്വയം ചോദിച്ചാൽ, ഞാൻ എന്നെ ഉരുവാക്കിയവന് വേണ്ടി, എന്നെ രൂപകൽപ്പന ചെയ്ത് എന്നെ കൊണ്ട് ഈ പണിയെടുപ്പിക്കുന്നവന് വേണ്ടി, എന്നെ വേറൊന്നും ചെയ്യാതെ ഞാൻ ചെയ്യേണ്ടത് കുറച്ച് കാര്യങ്ങളിൽ തന്നെ ആക്കിയിരുത്തുന്ന അവന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് തോന്നിയാൽ അത് ചെയ്യുക. ഓക്കെ, അപ്പോ അല്ല, ഇടയ്ക്കിടയ്ക്ക് പുരുഷോത്തമൻ ചേട്ടന്റെ സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അത്തരത്തില് ഈ നമ്മളെ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു സ്വയം ചോദ്യം നടത്തുക. നമ്മൾ PSP നിങ്ങൾക്ക് കിട്ടുന്ന സ്വയം ചോദ്യങ്ങളെല്ലാം തന്നെ സഹജാവബോധത്തെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിന്നും സഹജാവബോധത്തിന്റെ ട്രിഗറിങ് ഉണ്ടാവും. അതിങ്ങനെ വെളിവന്ന് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന സ്വത്വം എന്തെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിന് PSP പോലുള്ള കാര്യങ്ങൾ, PSP എന്ന് പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടി പറയാം. PSP എന്ന് പറയുന്നത് പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു പ്രാക്ടീസാണ്. 21 ദിവസം വീതമുള്ള 5 പ്രാവശ്യമായിട്ട് 108 ദിവസം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ക്രമമാണ്. രാവിലെയും വൈകിട്ടും എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ടിവിറ്റിയെ ബോധ്യപ്പെടുത്തി തരുന്നത്, നിങ്ങളുടെ ജീവിതത്തിന്റെ ആക്ടിവിറ്റിയെ സ്വയം ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. അപ്പൊ ഈ പ്രക്രിയയിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ അത് ഒരു കൂട്ടം ആളുകൾ അത് ചെയ്യുന്നു. ഇതിൽ തന്നെയുള്ള വേറെ ഒരു കൂട്ടം ആളുകൾ ചെയ്യുന്നത് പ്രഭാത സത്സംഗം എന്നൊരു പരിപാടിയുണ്ട് എല്ലാ ദിവസവും രാവിലെ, അതുവഴി ചെയ്യാം. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാനുള്ള വഴികളിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. നമ്മൾ ലോകത്തുള്ള 100 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന ക്ലാസ് കേൾക്കാൻ നിങ്ങൾ വന്നിരിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്കാനാണ് നിങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവില്ല. നിങ്ങളെ കേൾക്കാനാണ് വരുന്നതെങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ടാവും. ഞാൻ പറയുന്നത് നിങ്ങളുടെ നാദമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ, നിങ്ങളുടെ അകത്ത് നിന്നും കേൾക്കേണ്ട സമയത്ത് നിങ്ങളെ മുമ്പിൽ കൊണ്ടെത്തിച്ചതാണ് എന്നും നിങ്ങൾക്ക് ബോധ്യമായാൽ, അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താണ് കേൾക്കേണ്ടത്, എന്തിനെയാണ് കേൾക്കേണ്ടത്, ആർക്ക് വേണ്ടിയാണ് എന്റെ ജീവിതം, അത് നമ്മളെ ഉരുവാക്കിയവന് വേണ്ടി, ഉരുവാക്കിയ അവൻ, അത് ദൈവമാണോ അല്ലെങ്കിൽ പ്രകൃതിയാണോ ഈശ്വരീയമാണോ എന്നുള്ളതൊക്കെ മറുവശം. എങ്കിലും ഇതിനെ ഉരുവാക്കിയ ആ ഒരു സംവിധാനത്തിന് വേണ്ടി, പ്രാകൃതികമായി സംവിധാനത്തിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിത സംവിധാനത്തെ ഒന്ന് മാറ്റിക്രമീകരിക്കേണ്ടി വരും. ആ ക്രമീകരണത്തിലേക്ക് പോവുക എന്നുള്ളതാണ് കാര്യം. അതിന് പകരം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടെന്നൊരു ചോദ്യം സ്വയം ചോദിച്ചു നോക്കൂ. നിങ്ങളുടെ അർത്ഥം നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ജീവിതത്തിന്റെ ഉദ്ദേശ്യം നിങ്ങൾക്കറിയാമോ? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്കറിയാമോ? ഇത് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നടപ്പിലാക്കാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടോ? അപ്പൊ നിങ്ങളുടെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. ചോദിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വ്യക്തത വരും ഞാൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ ചോദ്യത്തിന് ഇപ്പൊ ദർശനി ഇപ്പൊ ചോദിച്ച ചോദ്യം പൊതുവായ എല്ലാവർക്കും ബോധ്യം വരുത്താൻ വേണ്ടിയുള്ള ചോദ്യമാണ്. അപ്പോ ദർശന് ആ ചോദ്യം നേരത്തെ ചോദിച്ചത് കൊണ്ടോ ദർശൻ ഈ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ വ്യക്തത വന്നത് കൊണ്ടാണ് ഇപ്പോ ഇക്കോ വില്ലേജിനകത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആള് ദർശനാണ്. ഇത്രയും പ്രായം ഒരുപക്ഷെ നമ്മുടെ ഫർഹാൻ ഉണ്ടല്ലോ, പോയോ പുള്ളി ആയിരിക്കും ആണ് ഒരുപക്ഷെ ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിട്ട്. അല്ലല്ല, നിങ്ങൾ രണ്ടും ഒരേ പ്രായമാണ്, ഫൈനൽ ഇയർ ആണല്ലോ. ഓക്കെ, അപ്പോ നിങ്ങളാണ് പ്രായത്തിൽ ഏറ്റവും കുറഞ്ഞത്. എന്നിട്ടും മറ്റാരേക്കാളും മുമ്പ് ദർശൻ ഈ ഗ്രാമത്തിനകത്ത് വന്നെത്തി ഇവിടെ ജീവിക്കാൻ തീരുമാനിച്ചെത്തി എന്ന് പറയുന്നത് സഹജാവബോധത്തിനെ ചുവട് പിടിച്ച് ജീവിക്കൂ എന്ന തീരുമാനം ചെറുപ്പത്തിലെ എടുത്തത് കൊണ്ടാണ്. അതിന് കാരണം എന്താ? അങ്ങനെ ഒന്നുണ്ടെന്ന് വളരെ ചെറുപ്പത്തിൽ ബോധ്യപ്പെടാനുള്ള അവസരം പ്രകൃതി തന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇത് ആർക്ക് ബോധ്യമാകുന്നവർ പതുക്കെ ആ വഴിക്ക് തിരിയുക, അതിലേക്ക് ചുവട് വെക്കുക, അതിലേക്ക് നടക്കുക, അതിലേക്ക് ആയിത്തീരുക. അതിന് ധൈര്യം വേണം. ഞാനായിരിക്കാൻ ധൈര്യം വേണം. മറ്റൊന്നായിരിക്കാൻ ധൈര്യത്തിന്റെ ആവശ്യമില്ല. ആരോ പറയണ പോലെ അങ്ങനെ വേഷം കെട്ടി പോയാൽ മതി. അവനവനായിരിക്കാൻ ധൈര്യം വേണം. ദർശൻ ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇവിടെ ഉള്ളവരിനൊക്കെ പ്രകൃതി ഇവിടെ എത്തിച്ചതാണെന്ന് മനസ്സിലായി. അവർക്ക് ഇത് വേണ്ടത് കൊടുക്കേണ്ട സമയം, കിട്ടേണ്ട സമയമായി. ഓക്കെ, ദേവിക.
നമസ്കാരം സന്തോഷ് ചേട്ടാ. നമ്മുടെ ബുക്സ് വഴി കിട്ടുന്ന അറിവുകളല്ല ശരിയായിട്ടുള്ള അറിവുകളെന്ന് പറയുന്നുണ്ടായി. അപ്പൊ നമ്മൾ എവിടെ നിന്നാണ് ഈ ഒരു എന്താണ് നേരായിട്ടുള്ള അറിവിനെ സീക്ക് ചെയ്യേണ്ടത്? ഒരു മിനിറ്റ് ദേവിക, സൗണ്ട് ഒന്ന് ബ്രേക്ക് ആയി. ആ ബുക്ക് എന്ന് പറഞ്ഞത് കേട്ടു, പിന്നെ കേട്ടില്ല. ഒന്നുകൂടെ പറയൂ അവിടെ മുതൽ. ബുക്സിൽ നിന്ന് നേടുന്ന അറിവുകളല്ല യഥാർത്ഥ അറിവുകളെന്ന് ഇവിടെ പറയുന്നുണ്ടായി. അപ്പൊ നമ്മൾ എവിടെ നിന്നാണ് ഒരു എന്താ പറയാ യഥാർത്ഥമായിട്ടുള്ള അറിവുകൾ നേടാൻ നമ്മൾ എവിടെയാണ് സീക്കേണ്ടത്? സീക്കേണ്ടത് അകത്താണ്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഞാന് ഇപ്പോ എന്റെ ക്ലാസ്സുകൾ കേട്ടപ്പോൾ എനിക്ക് അറിവുണ്ടെന്ന് ദേവികയ്ക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് തോന്നിയത് അല്ല എന്റെ ചോദ്യത്തിനൊന്ന് മറുപടി പറയൂ. എനിക്ക് അറിവ് ഉണ്ടെന്ന് ദേവികയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് അറിവ് കൂടുതലുണ്ടെന്ന് ദേവികയ്ക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. ഉണ്ട്. ദേവിക പുസ്തകം വായിക്കാറുണ്ടോ? വായന ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ തീരെ ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ എത്തിയത്. പിന്നെ ഞാന് എന്റെ ഗുരുവിനെ കാണുന്നത് 16-ാമത്തെ വയസ്സിലാണ്. ഞാൻ വായന തുടങ്ങുന്നത് 2.5 വയസ്സിലാണ്. ഞാൻ 8-ാമത്തെ വയസ്സിലാണ് ദാസ് ക്യാപിറ്റൽ വായിച്ചത്. അപ്പൊ എന്റെ വായനയുടെ ഒരു പരപ്പൊന്ന് ആലോചിച്ചാൽ മതി. 16-ാമത്തെ വയസ്സിൽ എന്റെ ഗുരുവിനെ കണ്ട് ഞാൻ അദ്ദേഹത്തിനോട് കുറെ കാര്യങ്ങൾ വിളമ്പിയപ്പോ നീ പഠിച്ച സാധനങ്ങൾ, നീ വായിച്ചുണ്ടാക്കിയ സാധനങ്ങൾ ഇവിടെ വിളമ്പാൻ വരണ്ടാന്ന് പറഞ്ഞു എന്നോട്. ഞാൻ അതിനെ വെച്ചിട്ട് കുറെ പുള്ളിയോട് വഴക്ക് പിടിച്ചു. അപ്പോഴാ പറഞ്ഞത് ആ സാധനമൊക്കെ നിന്റെ അകത്തുള്ള സാധനമാണ് നിന്റെ അറിവ്, പുറത്തുനിന്നുള്ള സാധനം തപ്പിക്കൊണ്ട് വരരുത്. അത് അവരുടെ അറിവാണ്, അവരുടെ അറിവ് അവർ ഛർദ്ദിച്ച് വെച്ചിട്ടുള്ളതാണ്, അതല്ല നീ എടുക്കേണ്ടത്, നിന്റെ അകത്തുള്ളതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് വായന നിർത്തിയത് 3 വർഷമോ 4 വർഷമോ എടുത്തിട്ടാണ്. എന്നുവെച്ചാൽ 20 വയസ്സായപ്പോഴാണ് പൂർണ്ണമായിട്ട് വായന നിന്നത്. അതിനുശേഷം പുസ്തകം വായനയില്ല. ഇപ്പൊ 52 വയസ്സായി. വായന നിർത്തി കഴിഞ്ഞിട്ട് ഒരു 4 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഒളിമ്പസ് എന്നുള്ള സാധനം തെളിഞ്ഞു വന്നത്. അതിനു മുമ്പ് ഒളിമ്പസും ഉണ്ട്, ഈ കമ്മ്യൂണിറ്റി ഉണ്ട്. 1981 മുതൽ ഞങ്ങള് എന്റെ 9-ാമത്തെ വയസ്സ് മുതൽ ഞാൻ ഈ പണി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് സഹജമായി പ്രവർത്തിക്കുന്ന രൂപത്തിലേക്ക് എനിക്ക് ഇത് തെളിച്ചമുണ്ടായത് വായന നിർത്തി ഒരു 4 കൊല്ലം കഴിഞ്ഞപ്പോഴാണ്. കാരണം ഈ വായന എന്നുള്ളത് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വെളിയിൽ നിന്നുള്ള ഇൻഫർമേഷൻ തന്നുകൊണ്ടേയിരിക്കില്ലേ. അപ്പോ ഗുരുവിന്റെ സാന്നിധ്യത്തിൽ ആയിക്കഴിഞ്ഞപ്പോ നമുക്ക് അകത്തേക്ക് നോക്കാനുള്ള വിദ്യകൾ കിട്ടി. അകത്തേക്ക് നോക്കാനുള്ള ഈ അകത്തേക്ക് നോക്കാനുള്ള വിദ്യ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ പലരും വിചാരിക്കണ്ടാവും ഞാൻ തലകുത്തി നിന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ടൊക്കെയാണെന്നുള്ളത്. നിങ്ങൾ ഇതിൽ പല മെഡിറ്റേറ്റേഴ്സും ഉണ്ടാവും. ഇപ്പൊ എന്റെ പെണ്ണ് എനിക്കറിയാവുന്ന ഏറ്റവും വലിയ മെഡിറ്റേറ്ററാണ്, പൊന്നി. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ആ വഴിക്കേ പോവാറില്ല. എന്നുവെച്ചാൽ ഞാൻ നിങ്ങളെല്ലാം മെഡിറ്റേഷൻ പഠിപ്പിക്കുമ്പോഴും ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന, നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള മെഡിറ്റേഷൻസ് ഒന്നും ഞാൻ ചെയ്യാറില്ല. പകരം ഞാൻ വേറൊരു ക്രിയ ചെയ്യും. അത് ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇലക്ട്രിക് ട്രെയിൻ പോണ സമയത്ത് മോളിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കണ കണ്ടിട്ടുണ്ടോ? ആ കണക്ഷനാണ് അത്. നിങ്ങളിവിടെ സഹവാസത്തിന് വരുമ്പോൾ കൃത്യമായിട്ട് അത് അനുഭവിപ്പിക്കാൻ പറ്റും. ആ കണക്ഷനിലായിരിക്കുക മതി. നമ്മളത് അറിഞ്ഞുകൊണ്ടേയിരിക്കും. സഹജമായിട്ടുള്ളത് എന്തോ അത് അറിഞ്ഞുകൊണ്ടേയിരിക്കും. ദേവിക ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടി. അകത്താണുള്ളത് മകളെ, അത് അകത്ത് മാത്രമാണുള്ളത്. ദേവികയോട് ഞാൻ എന്നെ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞിരുന്നു, എന്നെ വിളിച്ചിട്ടില്ല ഇതുവരെ. വിളിക്കാം. ഓക്കെ, അപ്പോ ചോദ്യങ്ങൾ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇനി എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. നല്ലൊരു സെഷൻ ആയിരുന്നു. വളരെ ജീവിതത്തിൽ വളരെ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് നമ്മൾ കേട്ടത്. എല്ലാവരും അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുക. തീർച്ചയായിട്ടും എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ, ഏതെല്ലാം ഗുരുത്വത്തിലാണ് നമ്മൾ മറന്നുപോയത്, വിട്ടുപോയത് എന്നൊക്കെ മനസ്സിലാക്കി അതിലേക്കൊക്കെ തിരിച്ചു വരിക. തീർച്ചയായിട്ടും ഇതൊക്കെ ദർശൻ പറഞ്ഞതുപോലെ ഇതൊക്കെ പ്രകൃതിയുടെ ചില അറിവുകൾ അറിയാൻ സമയമാകുമ്പോൾ നമുക്ക് അത് പലരിലൂടെ നമുക്ക് നമ്മളിലേക്ക് അത് എത്തും. അതും ഗുരുത്വത്തിന്റെ ഒരു വഴിയാണ്, ഗുരുക്കന്മാരെ കാണിച്ചു തരുന്ന ഒരു വഴിയാണ്. അപ്പോ അതുപോലെ നല്ല ചോദ്യങ്ങളായിരുന്നു എല്ലാം. എല്ലാവർക്കും വളരെ താല്പര്യമുള്ള ഒരു വിഷയമായിട്ട് ഇത് മനസ്സിലായി. എന്തായാലും എല്ലാവർക്കും എല്ലാത്തിന്റെയും നമുക്ക് ഏതിൽ നിന്നൊക്കെയാണ് ഗുരുത്വം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ തടസ്സങ്ങളെല്ലാം മാറി എല്ലാം സുഗമമായിട്ട് ഒഴുകട്ടെ. എല്ലാ ഗുരുത്വങ്ങളും നമ്മൾ നന്നായിട്ട് പ്രവർത്തിച്ച് നമ്മുടെ ധർമ്മം എന്താണോ അതിലേക്ക് നമ്മളെ കൊണ്ടു ചെല്ലട്ടെ. ഇത്രയും നേരം ഇതിന് ചെലവഴിച്ച എല്ലാവർക്കും അതിന്റെ ഫലം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.